ഞാൻ സന്ധ്യയിലേക്കാണ് പോകുന്നത്. മാഡം, ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്, പക്ഷേ ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നു. എത്ര സംഭവിച്ചാലും വീണ്ടും വീണ്ടും അവർ മുന്നോട്ട് വരരുത്, ബാക്കിൽ തന്നെ ഇരിക്കട്ടെ എന്നുള്ളൊരു ആവർത്തനം ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടല്ലേ ഇപ്പോഴിതാ 30 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ തലപ്പത്തേക്കൊരു സ്ത്രീ എത്തുന്നു എന്ന് കണ്ടപ്പോൾ ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാകുന്നു, അവരെ ഭയപ്പെടുത്താൻ നോക്കുന്നു, അവർക്കെതിരെ അപവാദ പ്രചരണങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം സംഭവിച്ചാൽ സ്ത്രീകൾ മാറി നിൽക്കും, മൂലക്കിരിക്കും എന്നുള്ളൊരു ധാരണ, ഒരു മിഥ്യാധാരണ ഇപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കണമോ? തീർച്ചയായിട്ടും അത് ഐ തിങ്ക് ശ്വേത ഇസ് ഹാൻഡ്ലിങ് ഇറ്റ് വെരി ബ്യൂട്ടിഫുള്ളി. എന്താന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും അല്ല, 93 ഷീ റെപ്രസെന്റഡ് ഇന്ത്യ ഓൺ എ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം. ആ സമയത്ത് പേടിക്കാത്ത ശ്വേത ഇതിലൊന്നും പേടിക്കില്ല, ഫോർ ഷുവർ. ആൻഡ് ഷീ ഹാസ് stood as a resonance of a woman power. പക്ഷെ നല്ല രീതിയിലും പോവാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ആയിരിക്കും ഒരു പക്ഷെ ഇവർക്ക് തെറ്റിദ്ധാരണ വന്നത്. ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നാൽ നാണക്കേട്, ഇത് നമ്മുടെ കൾച്ചറിൽ ഈ ഒരു ജനറേഷനിൽ കൂടുതലായിട്ട് വരുന്നത് ഇറ്റ്സ് എ ഷോക്ക്. എന്താന്ന് വെച്ചാൽ നമ്മള് മുന്നേറുന്നു, AI വരെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ആക്ടേഴ്സിനെ പോലും ആവശ്യമില്ല, AI ജനറേറ്റഡ് ആക്ടേഴ്സിനെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാം. ആ സമയത്ത് എപ്പോഴെങ്ങാണ്ടോ നടന്ന ഒരു കാര്യം കൾച്ചറിന്റെ പേരിൽ, കുട്ടികളുടെ പേരിൽ, ഇതൊക്കെ ഒരു വല്ലാത്ത ട്രീറ്റ്മെന്റ് തന്നെ വളരെ മോശമാണ്. എവിടെയാണ് നമ്മുടെ കൾച്ചർ ആക്ച്വലി എംബെഡഡ് ആയിട്ട് ഇരിക്കുന്നത്? എവിടെയാണ് നമ്മൾ സംസ്കാരം കാണിക്കേണ്ടത്? ആരോടാണ് കാണിക്കേണ്ടത്? എപ്പോഴാണ് കാണിക്കേണ്ടത്? ഇതിന്റെ ഒന്നും ഒരു ടൈം ലൈൻ പോലും ഇല്ലാതെ വളരെ ഒരു തരം താന്ന രീതിയിലേക്കാണ് നമ്മുടെ പ്രൊജക്ഷൻ. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയെ നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു ചീപ്പ് ഷോ കാണിക്കുന്നത് മറ്റൊരാളാണ്. ഒരു ഉയർന്ന നിലയിലേക്ക് ആരാണെങ്കിലും, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറ്റം കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ അതില് ഒരു ചീപ്പ് ഒരു സ്പേസ് എടുക്കാൻ നോക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പോ ഞങ്ങളുടെയൊക്കെ ഇടയിൽ എല്ലാവരും പറയും എനി പബ്ലിസിറ്റി ഈസ് പബ്ലിസിറ്റി, ബി ഇറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇപ്പോ ഇതില് ശ്വേതയുടെ പേരും പറഞ്ഞ് ഒരാൾ പബ്ലിസിറ്റി എടുക്കാൻ നോക്കുന്നു, വേറെ കുറെ ന്യൂസിൽ വേറെ പലരും എടുക്കാൻ നോക്കുന്നു. പക്ഷെ ഐ തിങ്ക് ഈ ഒരു ട്രെൻഡാണ് നമ്മുടെ മോശം കൾച്ചറായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്. എന്താന്ന് വെച്ചാൽ കയ്യിലൊന്നും ഇല്ല, അപ്പോ ഉള്ള എന്തെങ്കിലും ഒക്കെ ചൂണ്ടിക്കാണിച്ചും കേസാക്കിയും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശോഭയുണ്ട് ഇവിടെ, വി നോ ഈച്ച് അതർ ക്വൈറ്റ് വെൽ. നമ്മളൊക്കെ ടാലന്റ് കയ്യിൽ വെച്ചിട്ട് അതിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം, വിച്ച് ഇസ് ഹാർഡ് വർക്ക് വിത്ത് ദ ടാലന്റ്, വിത്ത് ദ സ്കിൽ, അതിനെ മുമ്പോട്ട് കൊണ്ടുവരാൻ മാത്രം നോക്കുന്ന ആൾക്കാരാണ്. ഐ തിങ്ക് ഈവൻ ശ്വേത ഇസ് ലൈക്ക് ദാറ്റ് ഫോർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്. ആ പരിശ്രമം മുഴുവൻ ആ രീതിയിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എൻ ആക്ടർ, ആസ് എൻ മോഡൽ, അവർ ചെയ്തേക്കുന്ന എത്ര നല്ല കാര്യങ്ങളുണ്ട്. അതൊന്നും ഇതിലല്ല. ആൻഡ് ഷീ ഈസ് നോട്ട് ഈവൻ ഇൻവോൾവ്. ആർക്ക് വേണമെങ്കിലും, ഇപ്പൊ ഞങ്ങളൊക്കെ ഒരു ഇവന്റിന് പോകുമ്പോൾ സാരി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ വരെ വന്ന് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ പല ചാനൽസിലും വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വീട്ടുകാരൊക്കെ ചോദിക്കും ഇതെന്താണ്, ഞാൻ തുറന്നു വെച്ച് കാണിച്ചു കൊടുത്തതല്ല. അവർ ആ ആംഗിളിൽ നിന്ന് വന്നെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ഇഗ്നോർ ഇറ്റ്. ബിക്കോസ് നിങ്ങളത് കണ്ട് നിങ്ങൾ എഫക്റ്റഡ് ആവും, നിങ്ങൾ എഫക്റ്റഡ് ആവുമ്പോൾ ഞങ്ങൾ എഫക്റ്റഡ് ആവും. പിന്നെ എന്താ ചെയ്യണ്ടേ? മൂടി പൊതിച്ച് നടക്കണോ? അതോ വീട്ടിൽ തന്നെ കുത്തിയിരിക്കണോ? വാട്ട് ഈസ് ദ എൻഡ് ഗെയിം ഓഫ് ദിസ്? നമ്മൾ ആരും കഴിവുണ്ട്, പക്ഷെ വീട്ടിൽ കുത്തുവിളക്കായിട്ടിരിക്കണം. അതും വെറും ഷൈൻ ചെയ്യുന്ന കുത്തുവിളക്കല്ല, പ്ലാവ് പിടിച്ച് നശിച്ച് പോകുന്ന ഒരു സംഭവം. സോ ഐ റിയലി ഡോണ്ട് അഗ്രി ടു ദിസ് എൻറ്റയർ തിങ്. സ്കില്ലുണ്ട്, ടാലന്റ് ഉണ്ട്, പ്ലീസ് ഈ ജാതി അലമ്പുണ്ടാക്കി അതിനെ പബ്ലിസൈസ് ചെയ്ത്, ആൻഡ് എനിവേ നത്തിങ് ഇസ് ഗോണ സ്റ്റോപ്പ് us. ഐ ട്രൂലി ബിലീവ് ദാറ്റ് ഞങ്ങളെ പോലെ ഉള്ളവരെ വിത്ത് ദ ടാലന്റ്, വിത്ത് ദ സ്കിൽ, എന്തൊക്കെ പറഞ്ഞാലും വി ആർ നോട്ട് ഗോണ സ്റ്റോപ്പ്. അത് ഒരു സ്ട്രോങ് വോയിസ് ആയിട്ട് തന്നെ ശ്വേത നിൽക്കണം. ആൻഡ് വി ആർ ഓൾ ബാക്കിംഗ് ഹർ for sure. I can see Shobha agreeing to me absolutely. 100%. തീർച്ചയായും.